പാൽക്കോഴി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? നല്ല നൈസ് പത്തിരിയുടെ ഒപ്പം നല്ല ചൂട് ഗ്രേവിയോടിട്ടുള്ള പാൽക്കോഴി. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കോഴിനെ വെട്ടി നുറുക്കി അങ്ങോട്ട് കൊണ്ടുവരാം. അതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് ചട്ടി വേണം കേട്ടോ. നല്ല ചുവന്നുള്ളി അങ്ങോട്ട് അരിഞ്ഞിടുക. അതിലേക്ക് കുറച്ച് പച്ച മസാല, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതങ്ങോട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് നല്ല കുരുമുളക് ക്രഷ് ചെയ്തത് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ പൊന്നോ, ആ സമയത്ത് വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ഉപ്പിനനുസരിച്ച് ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചുവന്നുള്ളി മാത്രം ചേർക്കാൻ പാടുള്ളൂ, സവാള ചേർക്കരുത് കേട്ടോ. നന്നായി കുഴച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് വേവിച്ചെടുക്കുക. മൺചട്ടിയിലാണ് കേട്ടോ ആളുടെ പ്രിപ്പറേഷൻ. അപ്പോൾ അതുവരെയ്ക്കും നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് അണ്ടിപ്പരിപ്പ് നല്ല തൻപാലിൽ അങ്ങോട്ട് കുതിർക്കാനായിട്ട് വെക്കുക. നന്നായിട്ട് അരച്ച ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക വെന്ത് വരുമ്പോൾ. അതിനുശേഷം നല്ല കട്ടി തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരുമല്ലോ, ആ സമയത്ത് നമ്മുടെ ക്രഷ് ചില്ലി, ഉണക്കമുളക് പൊടിച്ചത് അതങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കോഴി റെഡി.